ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പം നമുക്കിന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചിക്കൻ കറിയുടെ റെസിപ്പി നോക്കാം. തേങ്ങയൊന്നും ചേർക്കണ്ട. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ എണ്ണ ഒഴിച്ച് പെരുംജീരകം ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിനകത്തേക്ക് സവോള, പച്ചമുളക്, കറിവേപ്പില ചേർത്തിട്ടൊന്ന് വഴറ്റുക. ഉള്ളി വഴണ്ട് വന്നതിന് ശേഷം അതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഈ സമയം നമുക്കിതിനുള്ള മസാല ഒന്ന് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഗ്രാമ്പൂ, ഏലക്ക, പട്ട, അതേപോലെ പെരുംജീരകം, പിന്നെ സവോള, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി എന്നിവ ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിലേക്ക് വെള്ളമൊഴിച്ച് അരച്ചെടുക്കുക. ഈ മസാലയുടെ കൂടെ കുരുമുളകും കൂടെ ചേർക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ആ മസാല റെഡിയാകുന്ന സമയത്ത് നമുക്ക് ഉള്ളിയിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പും തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിനകത്തേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ അരപ്പ് ചേർക്കാം. വെന്ത് വന്നതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും കൂടെ ചേർക്കാവുന്നതാണ്. അപ്പോൾ എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഗ്രേവിയുടെ തിക്നെസ് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അടച്ചു വെച്ചിട്ട് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കുക. വേവിച്ചെടുക്കുമ്പോൾ നമ്മുടെ ചാറൊക്കെ നന്നായിട്ട് കുറുകി കറക്റ്റായിട്ടുള്ള പാകത്തിൽ വന്നോളൂ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ചിക്കൻ കറി റെഡി ആയിട്ട് അവസാനത്തെ ക്ലിപ്പ് എടുക്കാൻ മറന്നുപോയി കേട്ടോ. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം എടുത്ത ഒരു ക്ലിപ്പാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.